പ്രഭാഷണമൊന്നുമല്ല, ഒരു അവയർനെസ് ക്ലാസ്. ഇത് ആർക്ക് വേണ്ടിയിട്ടാണ്? നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. കാര്യം അമ്മമാരുടെയൊക്കെ കാലം ഏതാണ്ടൊക്കെ കഴിഞ്ഞതല്ല, അവര് ജീവിച്ചു. ഈ ലോകത്തിൽ അവരെല്ലാം ജീവിച്ചു. ഇനി ജീവിക്കേണ്ടതാര? കുഞ്ഞുങ്ങളാണ് വളർന്ന് നാളത്തെ ഈ നാടിനും അല്ലെ ഈ രാജ്യത്തിനും എല്ലാം സമൃദ്ധിയായിട്ട് ഇവിടെ എല്ലാം കൊണ്ടുവരേണ്ടത് നിങ്ങളല്ലേ. അപ്പൊ നിങ്ങൾക്ക് വേണ്ട ഈ അവയർനെസ് കിട്ടാൻ, അറിവ് കിട്ടാൻ. അപ്പോൾ അതുകൊണ്ടാണ് മക്കൾക്ക് വേണ്ടിയാണ്. അപ്പോൾ വേദം എത്രയുണ്ട് നമുക്ക്? 4. ഏതൊക്കെയാണ് 4 വേദങ്ങൾ? ആരെങ്കിലും അത് നമുക്ക് ഭാഗവതാദ്യം ഋഗ്വേദം, ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം, അങ്ങനെ 4 വേദങ്ങൾ. അപ്പോൾ ഈ സത്യയുഗത്തോട്ട് എല്ലാം ഉണ്ട്. പക്ഷേ അന്ന് ഈ ആദ്യത്തെ ഋഗ്വേദം എന്താണ്? മന്ത്രങ്ങളുടെ മഹത്വങ്ങളെ പറഞ്ഞു പഠിപ്പിക്കുകയാണ്. എന്താണ് മന്ത്രം? മനനെ കായനേതി മന്ത്ര അല്ലെ. മനസ്സുകൊണ്ട് നമ്മൾ ഇവിടെ ഇരിക്കുന്ന ഭദ്രകാളി അമ്മ, അമ്മേ നാരായണ, അമ്മേ നാരായണ എന്ന് ഒരു പ്രാവശ്യം ചെല്ലുന്നു. അത് 10 പ്രാവശ്യമായി 100 പ്രാവശ്യം ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുമ്പോൾ അവിടെ ആ മാഗ്നറ്റിക് ഫീൽഡ് അങ്ങനെ നമ്മളുടെ ഉള്ളിലുള്ള ആ ചൈതന്യത്തെ ഉയർത്തി 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 കൊടുക്കും അല്ലെ. അപ്പോൾ ആ ഋഗ്വേദത്തിനകത്ത് പറയുന്ന ഋഗ്വേദത്തിലെ ഏറ്റവും മഹത്തായ ഒരു മന്ത്രം കേട്ടിട്ടുണ്ട് എല്ലാവരും. ഏതാ? ഗായത്രി മന്ത്രം. ഗായത്രി മന്ത്രം ചൊല്ലാൻ അറിയോ? ഓം ഭൂർഭുവസ്സഃ, ഓം ഭൂർഭുവസ്സഃ ധിയോ യോ ന പ്രചോദയാത്. ആ മന്ത്രം കേട്ടിട്ടില്ലേ? എന്താണ് പറയുന്നത്? അതിന്റെ അർത്ഥം എന്താ? നമ്മൾ ഈ പ്രപഞ്ചത്തിൽ എല്ലാം നമുക്ക് വെളിച്ചം തരുന്ന സൂര്യ ഭഗവാനെ നമ്മൾ ആരായി കണ്ടു? ഭഗവാനായി കണ്ടു. നമുക്ക് കുടിക്കുവാനും കുളിക്കുവാനും എല്ലാം വെള്ളം തരുന്ന ആ വെള്ളത്തിനെ നമ്മൾ ജലദേവതയായി കണ്ടു അല്ലേ. അങ്ങനെ നമ്മളെ സംരക്ഷിക്കുന്ന ഈ പ്രകൃതിയിലെ സർവ്വതിനെയും നമ്മൾ ദൈവിക ഭാവത്തിൽ കാണുന്നു. അതാണ് സനാതന ധർമ്മം. മനസ്സിലാവുന്നു? അപ്പോൾ ആ ഗായത്രി മന്ത്രത്തിലൂടെ ആ ഭഗവാനോട് നമ്മൾ ആ ഈ ഉപനയനം ചെയ്യുന്നതിനെക്കാട്ടും അവരാ ഇത് ചൊല്ലി പഠിക്കുന്ന മന്ത്രമാണ്. അതായത് വെള്ളത്തെ കോരി ത്രാടനം ചെയ്യുന്ന മന്ത്രം. ഈ മന്ത്രത്തിൽ അവർ പറയുന്നത് എന്തുവാ? ഈ പ്രപഞ്ചത്തിലെ സർവസവിതാവായ സൂര്യ ഭഗവാനെ ആ ഭഗവാനോട് അഭ്യർത്ഥിക്കുകയാണ്. ഭഗവാനെ, ഞങ്ങളുടെ ബുദ്ധിയും ശക്തിയും എല്ലാം ഉണർത്തി തരയണമേ ഭഗവാനെ എന്ന് രാവിലെ എണീറ്റ ഉടനെ ആ ഗായത്രി മന്ത്രം നമ്മൾ ചൊല്ലുമ്പോൾ അല്ലേ അല്ലേ. മക്കൾ രാവിലെ എത്ര മണിക്ക് എണീക്കും? സൂര്യൻ ഉദിക്കുന്ന കണ്ടിട്ടുണ്ട്? എത്ര മണിക്കോ സൂര്യൻ? ഇപ്പോഴത്തെ നമ്മുടെ കുഞ്ഞുങ്ങൾ സൂര്യൻ ഉദിച്ചത് കാണണമെങ്കിൽ നമ്മൾ പൂർണ്ണമായിട്ട് കന്യാകുമാരിക്ക് പോകും. അപ്പൊ അടിച്ചു പിടിച്ചടിക്കും, പടാ സൂര്യൻ ഉദിക്കുന്ന കാണിച്ചു അല്ലേ. കാര്യം നമുക്ക് എന്താ പറയാ വെച്ചാൽ നമ്മൾ കുറെ ചിട്ടകളൊക്കെ നമ്മുടെ ഈ ഇതിനകത്തൊക്കെ പറഞ്ഞു തരുന്നത്. അതിരാവിലെ ഉണരണം, ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണരണം. ബ്രഹ്മമുഹൂർത്തം എന്ന് പറഞ്ഞാൽ 3 തൊട്ട് 6 മണി വരെയുള്ള സമയമാണ് നമ്മുടെ ബ്രഹ്മമുഹൂർത്തം എന്ന് പറയുന്നത്. ആ ബ്രഹ്മമുഹൂർത്തത്തിൽ നമ്മുടെ എല്ലാം നമുക്ക് പഠിച്ചാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന സമയം മനസ്സിലാകുന്നത്. ആ ബ്രഹ്മമുഹൂർത്തത്തിൽ എണീക്കുവാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ഗ്രന്ഥങ്ങളൊക്കെ പറഞ്ഞു തരും. എണീറ്റ ഉടനെ ചെയ്യണം. കരാഗ്രേ വസതേ രശ്മി കരമസ്തി സരസ്വതി കരമൂലേ സദാ ഗൗരി പ്രഭാതേ കരവന്ദനം എന്ന് പറഞ്ഞാൽ കയ്യെ ഒന്ന് വന്ദിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് പറയും. പിന്നെ അടുത്ത് എണ്ണീറ്റ ഉടനെ നമ്മൾ നടക്കാൻ പാടില്ല. അത് സയൻസ്. എണ്ണീറ്റ ഉടനെ നമ്മൾ നടക്കാൻ പാടില്ല. ഉടനെ അതിന് നമുക്ക് ഗ്രന്ഥങ്ങളിൽ മന്ത്രങ്ങൾ എഴുതിയിട്ടുണ്ട് അല്ലേ. ഇവിടെ നമ്മൾ പഠിച്ചില്ല. പഠിച്ചിരുന്നെങ്കിൽ എന്താ? എണ്ണീറ്റ ഉടനെ പറയും. എണ്ണീറ്റ ഉടനെ നടന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ ശരീരത്തിന് ഹാർട്ട് അറ്റാക്ക് ഒക്കെ വരാൻ സാധ്യതയുണ്ട് ഡോക്ടർമാർ പറയും. അതിന് പഴയ കാലത്ത് നമ്മുടെ ആചാര്യന്മാർ തന്നെ എന്ത് പറഞ്ഞു തന്നു? നിങ്ങൾ എണ്ണീറ്റ ഉടനെ നടക്കരുത്, ഒന്ന് ഇരിക്കണം ഒരു 3 സെക്കൻഡ്. അതിന് ചൊല്ലാൻ ഒരു മന്ത്രവും പറഞ്ഞു. എന്താ? സമുദ്രവസനേരി പർവ്വതസ്ഥല മണ്ഡലേ ഹരിപ്രിയേ രശ്മി പാദസ്പർശം. നമ്മുടെ ശരീരത്തിൽ ഇലക്ട്രിക് ഇതൊക്കെ ക്രിയേറ്റ് ആവുന്നുണ്ട്. അതിനെയൊക്കെ ഇറക്കി ചെയ്ത് പോകാൻ വേണ്ടിട്ട് പാദസ്പർശം ക്ഷമസ്വമി എന്ന് ഇങ്ങനെ കൈ തൊട്ട് വന്ദിക്കുമ്പോൾ ആ അമ്മ മഹാദേവിയുടെ ഇങ്ങനെ നമ്മൾ വന്ദിക്കും. എന്നോട് ക്ഷമിക്കണമേ, എന്റെ കാലം ആ അമ്മയുടെ മാനിടത്തിൽ ചവിട്ടുമ്പോൾ ക്ഷമ ചോദിച്ചുകൊണ്ടാണ് നമ്മൾ ഇറങ്ങുന്നത്. ഇതൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നത്.
അപ്പൊ നമുക്ക് തെറ്റു വരാം. അങ്ങനെ വേദങ്ങള് നമുക്ക് മന്ത്രങ്ങളുടെ മഹത്വങ്ങളെ പറ്റി പറഞ്ഞു തരുന്നു. അങ്ങനെ ഋഗ്വേദം, യജുർവേദം, പൂജാവിധികളും ഇതൊക്കെ നമ്മൾ എങ്ങനെയാ ചെയ്യുന്നത്, ഇങ്ങനെ ഓരോന്നും നമുക്ക് പറഞ്ഞു തരികയാണ്. അപ്പോൾ ഈ വേദത്തെ ആദ്യം സൃഷ്ടിയായത് സനകാദിക ഋഷീശ്വരൻ എന്നാണ്, മനസ്സിലാവുന്നു. പക്ഷെ ആ വേദത്തെ ആ ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം എന്നെല്ലാം തരംതിരിച്ചതാരാണ്? ആ തരംതിരിച്ച മഹർഷിയുടെ പേരെന്താണ്? ഇപ്പോൾ നമ്മൾ പറയും വേദവ്യാസനാണ്. വേദവ്യാസൻ എന്തുകൊണ്ടാണ് പേര് വന്നത്? വേദത്തെ വ്യസിച്ചപ്പോൾ വേദവ്യാസനാണ്. പക്ഷെ വേദവ്യാസൻ ആരായിരുന്നു? സത്യവതിക്കും പരാശര മഹർഷിക്കും ദ്വീപിൽ ജനിച്ച മകനാണ്. ആര്? അവിടെ വ്യാസൻ നല്ല പേരെന്താ? കൃഷ്ണൻ. കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ എന്തോ? കറുത്തവൻ, കറുത്തു, എല്ലാരെയും ആകർഷിക്കുന്നു കൃഷ്ണൻ, അല്ലേ? ആ കൃഷ്ണൻ. അപ്പൊ മോന്റെ പേരെന്താ? ശ്രീഹരിക്കൊരു എൻഷിലില്ലേ കൂടെ? എന്തോ ഇല്ലേ? അച്ഛന്റെ പേര് എന്ന് പറയുന്നത്. ഈ ദ്വീപിൽ ജനിച്ച് കറുപ്പ് നിറമുള്ളതുകൊണ്ട് ആദ്യം പേര് വിട്ട്. അന്നൊക്കെ പേരിടുമ്പോ ഇന്നത്തെ കൊണ്ടല്ല, ആ ആളെ എങ്ങനെ ഇരിക്കുന്നു ആളെ അനുസരിച്ചാണ് ഏത് നക്ഷത്രത്തിൽ പൂജാതനായി ഇതെല്ലാം നോക്കിയാണ് പേരിട്ടത്. അങ്ങനെ കൃഷ്ണനെന്നും പിന്നെ ദ്വീപിൽ ജനിച്ചുകൊണ്ട് ദ്വൈപായനെന്നും പേര് വന്നു. അങ്ങനെ ആദ്യത്തെ പേരെന്താണ്? കൃഷ്ണ ദ്വൈപായൻ. പിന്നെ പരാശര മഹർഷിയുടെ പുത്രനായതുകൊണ്ട് പരാശരൻ എന്നും ഒരു പേരുണ്ട്. അതിനുശേഷം ഈ വേദത്തെയൊക്കെ അങ്ങോട്ട് വ്യസിച്ചു. ഇങ്ങനെ ഋഗ്വേദം ആദ്യമെല്ലാം ഒന്നായിരുന്നു. ഒന്നായിട്ടിരിക്കുമ്പോൾ നമുക്ക് അതിനെയെല്ലാം ഋഗ്വേദം തനിയാക്കി, യജുർവേദം, സാമവേദം, അങ്ങനെ പല വ്യസിച്ചപ്പോൾ ആ മഹർഷിക്ക് എന്ത് പേര് വന്നു? വേദവ്യാസം. മനസ്സിലായോ? അപ്പോൾ ഈ വേദമെന്ന് പറയുന്നത് ഈ കലികാലത്തിലുള്ള നമ്മളെ കൊണ്ടുള്ള സാധാരണ മനുഷ്യർക്ക്, കലി ബാധിച്ച ഈ ഭൂമിയിൽ ജീവിക്കുന്ന നമുക്ക് അതിനെ ഉൾക്കൊള്ളുവാൻ ഇച്ചിരി ഫിലോസഫി കട്ടിയാണ്. നമുക്കൊന്നും സാധാരണ മനുഷ്യന് ഇത് മനസ്സിലാകും എന്ന് മനസ്സിലാക്കുന്ന വേദവ്യാസം. വേദവ്യാസം പിന്നെന്ത് ചെയ്യും? ഇതിനെ കുറച്ചുകൂടൊക്കെ ലളിതമായിട്ട് എങ്ങനെ ഈ കലികാലത്തിലെ മനുഷ്യരിലോട്ട് എത്തിക്കാം എന്ന് ചിന്തിച്ച് ആ വേദത്തെ പിന്നെ കുറച്ചുകൂടെ സംഗ്രഹിച്ച് അതിനെ എന്താക്കി ഉപനിഷത്തുക്കളാണ്. കേട്ടിട്ടുണ്ടോ ഉപനിഷത്ത്? കേട്ടിട്ടുണ്ട്. ഞാൻ പറയുമ്പോൾ മന്ത്രം ചൊല്ലുമ്പോൾ പറഞ്ഞാൽ കേട്ടിട്ടുണ്ട്. ഉപനിഷത്ത് എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാം? ഉപത്തിൽ വസിക്കുക. അതായത് പഴയ ഗുരുകുല സംവിധാനമായി പറയുന്നു. ഗുരുമുഖത്തു നിന്നും പഠിക്കുക. ആര് പഠിക്കും? ശിഷ്യന്മാർ. പഴയ കാലത്ത് ഇപ്പൊ നിങ്ങളൊക്കെ പഠിക്കുമ്പോൾ സ്കൂളിൽ പോകുമ്പോൾ ചോദ്യം ആരാ ചോദിക്കുന്നു? ആരാ? ടീച്ചർ. ഉത്തരം ആരാ പറയുന്നു? പക്ഷെ നമ്മുടെ സനാതന ധർമ്മത്തിലെ ഈ സംസ്കൃതികളൊക്കെ അങ്ങോട്ട് എടുത്തു കഴിഞ്ഞു. ഇവിടെ ചോദ്യം ചോദിക്കുന്ന ആരാന്നറിയോ? കുട്ടികളാണ്. അതായത് ശൗനകാദ ഋഷീശ്വരന്മാർക്ക് സൂത പൗരാണികൻ നൈമിഷാരണത്തിൽ ഈ കഥകളൊക്കെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുന്നത് എങ്ങനെയാ? ഈ ശൗനകാദികൾ ഓരോ ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിക്കും. ആരാണ്? സൂത പൗരാണികൾ. അപ്പൊ ഈ ചോദ്യം ചോദിക്കുമ്പോ ചോദിക്കുന്നത് ആരാ? ശിഷ്യന്മാർ. അപ്പൊ ഉത്തരം പറയുന്നത് ആരാ? ഗുരുക്കന്മാർ പറഞ്ഞു കൊടുക്കും. പക്ഷെ നമ്മുടെ വൈദേശിക സിദ്ധാന്തമൊക്കെ ഇങ്ങോട്ട് കയറി വന്നപ്പോ ഇന്ന് ടീച്ചർമാർ കുറെ ചോദ്യം ഉണ്ടാക്കി നിങ്ങളെ തരും, നിങ്ങൾക്ക് അത് നിങ്ങൾ പഠിച്ചേ പറ്റുള്ളൂ, പഠിച്ചില്ലെങ്കിൽ അടി കിട്ടൂലേ. അതാണ് അതും ഇതുമായിട്ടുള്ള വ്യത്യാസം. മനസ്സിലായോ? അങ്ങനെ ഈ വേദത്തെയെല്ലാം പിന്നെയും നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിലാക്കിക്കൊണ്ട് അതിനെ ഉപനിഷത്തുകളാണ്. അപ്പോൾ ഉപനിഷത്തില് ഒരു ഉപനിഷത്ത് മന്ത്രം പറയട്ടെ. നമ്മുടെ ഭരണഘടനയിലൊക്കെ ആദ്യം എഴുതിയിരിക്കുന്ന ഉപനിഷത്ത് മന്ത്രം ഏതാണെന്ന് പറയും? സത്യമേവ ജയതേ നാമൃത. സത്യമേ എപ്പോഴും ജയിക്കും, അല്ലേ? ശബരിമലയ്ക്ക് പോയിട്ടുണ്ടോ? ഉണ്ടോ? ശബരിമലയിൽ പോയിട്ടുണ്ടോ? എത്ര ദിവസം വ്രതം എടുക്കുന്നു? 40 ഈ രുദ്രാക്ഷമൊക്കെ ഇട്ട് 41 ദിവസം വ്രതവും എടുത്ത് ഇവിടുന്ന് നമ്മൾ ശബരിമലയ്ക്ക് പോയിട്ട് എത്ര മല കയറും? 18. അത് 18 മലയും താണ്ടി 18 പടിയും ചവിട്ടി ആ ഭഗവാന്റെ തിരുസന്നിധിയിലോട്ട് ചെല്ലുമ്പോൾ അവിടെ എന്താ എഴുതി വെച്ചിരിക്കുന്നത്?
തത്വമസി. മനസ്സിലായോ? ഇപ്പൊ നമ്മൾ ഏതൊരു ക്ഷേത്രത്തിൽ പോയാലും, ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ക്ഷേത്രത്തിൽ വന്നാൽ ഇവിടെ ഭദ്രകാളി അമ്മയാണ് അകത്തിരിക്കുന്നത്. ഇവിടെ തൊഴാനായിട്ട് വന്നിരിക്കുന്നത് ഞാനാണ്, അമ്മയുടെ ഭക്തൻ അല്ലേ? പക്ഷേ എന്ന് മോൻ ആ രുദ്രാക്ഷം ഇല്ലെങ്കിൽ ആ മുദ്ര കഴുത്തിലോട്ടിട്ട് ആ നോയമ്പ് വ്രതം അങ്ങോട്ട് തുടങ്ങുമ്പോൾ മോന്റെ പേരെന്ന് എന്താ പറഞ്ഞ പേരല്ലേ? സ്വാമി അല്ലേ? സ്വാമി എന്നല്ലേ വിളിക്കുന്നത്. അപ്പോൾ അവിടെ തൊഴുവാനായിട്ട് പോകുന്ന ഞാനും സ്വാമി, അവിടെ അകത്തിരിക്കുന്ന ഭഗവാനും ഞാനും നീയും ഒന്നാണ്. മനസ്സിലാവുന്നത്? അപ്പോൾ ഇത് അതേതാ ഉപനിഷത്ത് മന്ത്രം അല്ലേ? പിന്നെ ഇനിയൊരു മന്ത്രം, അസതോമാ സദ്ഗമയ തമസോമാ ജ്യോതിർഗമയ. ഇതെല്ലാം ആദ്യത്തെ രണ്ട് ഇതാ പറയുന്നത്. അസതോമ എന്ന് പറഞ്ഞാൽ അന്ധകാരത്തിൽ നിന്നും എന്നെ വെളിച്ചത്തിലോട്ട് നയിക്കൂ അല്ലേ? ഇതൊക്കെ എന്ത് മന്ത്രങ്ങളാ? ഉപനിഷത്ത് മന്ത്രങ്ങളാ. അതായത് നമ്മുടെ ഈ വൈദേശികളെല്ലാം, നമ്മുടെ ഈ സനാതന ധർമ്മത്തെ എല്ലാം മുഗളന്മാരും ബ്രിട്ടീഷും എല്ലാം ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ ഈ സിസ്റ്റങ്ങളെയൊക്കെ അവര് നശിപ്പിച്ചു. നമ്മുടെ നളന്ദ സർവകലാശാലയും തക്ഷശിലയും ഒക്കെ വലിയ വലിയ സർവകലാശാലകളായിരുന്നു, ഗ്രന്ഥങ്ങളുടെ കൂമ്പാരമായിരുന്നു. അതിനെയൊക്കെ അവർ തീയിട്ട് നശിപ്പിച്ചു ഒത്തിരി. അങ്ങനെ കുറെയെല്ലാം നമ്മുടെ ഇന്ന് പോയതിന് ശേഷവും സനാതന ധർമ്മമല്ലേ ഒരിക്കലും നശിക്കാതെ തിരിച്ചു വന്നുകൊണ്ടേയിരിക്കും അല്ലെ? അങ്ങനെ വന്നപ്പോഴാണ് ആ ഉപനിഷത്തുകൾ അത്ര ഒത്തിരിയുണ്ട്. പക്ഷെ അതിനുശേഷം നമ്മുടെ കയ്യിൽ ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്നത് എത്ര വരെ പറയും? 108 ഉപനിഷത്തുണ്ട്. അതിൽ മുഖ്യം 10. ശരിയാണോ? അതിൽ ഇനി ഒരു ഉപനിഷത്ത് മന്ത്രം തരാം മക്കൾക്ക് വേണ്ടി. വിവേകാനന്ദ സ്വാമിയെ കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? ഈ വിവേകാനന്ദ സ്വാമിജി ഒരു മന്ത്രം ചെയ്തു. അത് വിവേകാനന്ദ സ്വാമിയുടെ മന്ത്രമെന്നാണ് പറയുന്നത്. പക്ഷേ അത് ഉപനിഷത്ത് മന്ത്രമാണ്. എന്താണ് അത്? നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, മക്കൾക്ക് വേണ്ടിയിട്ടാണ് അത് പറയുന്നത്. എന്തിനാ? ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്തിവര നിബോധി. മനസ്സിലായോ? അതിന്റെ അർത്ഥം എന്താ? ഉണരൂ. നമ്മളെന്താ പറയുന്നത്? ഉണരുകയില്ല അല്ലേ പറയുന്നത്? അമ്മ വന്ന് തന്നെയാലും എണീക്കുമോ? അപ്പൊ ഈ വിവേകാനന്ദ സ്വാമി ആ മന്ത്രത്തിലൂടെ നമ്മളോട് പറയുക, ഉണരൂ, നീ നിന്റെ ലക്ഷ്യം നേടുന്നിടം വരെ നീ എന്ത് ചെയ്യണം? പ്രയത്നിക്കണം. അപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന ഈ മോൻ നാളെ ആരാകണം? ഈ ആലപ്പുഴ ഡിസ്ട്രിക്ട് ഭരിക്കുന്ന IAS കളക്ടർ ആകണം. അതിനെന്ത് ചെയ്യണം? ഉറക്കത്തെ കുറയ്ക്കണം, ലക്ഷ്യം നേടാൻ വേണ്ടി പ്രയത്നിക്കണം. ഇംഗ്ലീഷിൽ പറയാൻ ഹാർഡ് വർക്ക് ചെയ്യണം അല്ലെ? ഹാർഡ് വർക്ക് ചെയ്യണം. നമ്മൾ ആ ലക്ഷ്യം നേടുന്നിടം വരെ പ്രവർത്തിച്ചാലേ നമുക്ക് ലക്ഷ്യത്തിൽ പോയി ചേരാൻ പറ്റുള്ളൂ അല്ലെ? ശരിയല്ലേ? അപ്പൊ ഇതെല്ലാം എന്ത് മന്ത്രങ്ങളാ? ഉപനിഷത്ത് മന്ത്രങ്ങളാണ്. പിന്നെ ശം വരുണ, ഈ ഇന്ത്യൻ നേവിയുടെ ഒക്കെ ഫ്ലാഗിൽ പതാകയിൽ എഴുതി വെച്ചു ശം വരുണ. എന്താ? വരുണനാരാ? ജലദേവനും ജലദേവതയും. മനസ്സിലാവുന്നു? അപ്പോൾ ഇങ്ങനെ ആ വേദങ്ങളെയെല്ലാം നമുക്ക് സാധാരണ മനുഷ്യർക്ക്, കലിയുഗ മനുഷ്യന് മനസ്സിലാകുന്നില്ല എന്ന് മനസ്സിലാക്കുന്ന വേദവ്യാസൻ എന്ത് ചെയ്യുന്നു? അതിനെ നമുക്ക് മനസ്സിലാക്കുന്ന ഭാഷയിലോട്ട് കുറച്ച് കൊണ്ടുവന്നിട്ട് അതിനെ പിന്നെ ഉപനിഷത്തുകളാക്കി കഴിഞ്ഞിട്ടും ആർക്ക് മനസ്സിലാകുന്നില്ല? കലികാലത്തിലെ മനുഷ്യന് ബോധിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ വേദവ്യാസൻ എന്ത് ചെയ്യുന്നു? നമുക്ക് 2 ഇതിഹാസങ്ങളുണ്ട്. കേട്ടിട്ടുണ്ടോ? ഇതിഹാസങ്ങൾ ഏതൊക്കെയാ? ഏതൊക്കെയാ നമ്മുടെ ഇതിഹാസങ്ങളുടെ? അമ്മ പറഞ്ഞു കേൾക്കും. രാമായണവും മഹാഭാരതവും. ഈ രാമായണമാണ് ആദ്യത്തെ ഇതിഹാസം. അതാരെ രചിച്ചത്? വാൽമീകി അല്ലെ? അപ്പൊ വാൽമീകി മഹർഷി രചിച്ച രാമായണവും വേദവ്യാസൻ രചിച്ച മഹാഭാരതവും അല്ലെ? അതിനെ എങ്ങനെ കൊണ്ടുവന്നു? ഈ വേദാന്തങ്ങളെയൊക്കെ കഥകളുടെ രൂപത്തിലാക്കി 101 പേരാകുന്ന കൗരവരും 5 പേരാകുന്ന പാണ്ഡവരും പിന്നെ അതിലൊത്തിരിയും എത്ര 1,00,000-ൽ മേലെ കഥാപാത്രങ്ങളെയാണ് പറയുന്നത്. 1,25,000 ശ്ലോകങ്ങളിലൂടെ വേദവ്യാസൻ മഹാഭാരതത്തെ രചിച്ചു അല്ലെ? ഈ ഓം ഭഗവത്ഗീത
ഭഗവത്ഗീത പഠിച്ചിട്ടുണ്ടോ? ഓം പാർത്ഥായ പ്രതിബോധിതാം ഭഗവതാം നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതാം പുരാണം മധ്യേ മഹാഭാരതേ. ആ മഹാഭാരതം എഴുതിയ വേദവ്യാസൻ മഹാഭാരതത്തിന്റെ മധ്യത്തിലായിട്ട് എഴുതി ഭഗവത്ഗീത അല്ലെ. ആ കുരുക്ഷേത്ര യുദ്ധത്തില് തളരുന്ന അർജുനനെ അതിൽ നിന്ന് ഉയർത്താനായിട്ട് ഭഗവാൻ ഉപദേശം കൊടുത്തു. അതെന്താണ്? ഭഗവത്ഗീത അല്ലെ. അതൊക്കെ പഠിക്കുന്നുണ്ടോ? ഈ ഒരു ഭഗവത്ഗീത പഠിക്കുന്ന ഒരു കുഞ്ഞു വഴിതെറ്റിപ്പോയില്ല എന്ന് പറഞ്ഞാൽ ഇന്ന് കണ്ടോ, മോന് മാർക്ക് കുറഞ്ഞെന്ന് പറഞ്ഞ് അമ്മ വഴക്ക് പറഞ്ഞു, മോൻ അവിടെ പോയി കയറത്തു ഇല്ലേ, ആത്മഹത്യ ചെയ്യും. ഇന്നത്തെ കുഞ്ഞുങ്ങൾക്ക് എന്താ കോൺഫിഡന്റ് ലെവൽ എന്താ കുറയുന്നത്? ഒന്നിനെയും നേരിടാനുള്ള മനോധൈര്യമില്ല. ഇവിടെ അർജുനൻ തളരുമ്പോൾ ആ അർജുനൻ ഉപദേശം എങ്ങനെ കൊടുക്കുന്നത്? അർജുനനോട് പറയുക, അർജുന നീ സ്ഥിതപ്രജ്ഞനാകാൻ പറയുക. എന്താ പറയുന്നത്? സ്ഥിതപ്രജ്ഞ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മഹാക്ഷേത്രങ്ങളിലൊക്കെ പോകുമ്പോൾ അർജുനൻ ചോദിക്കുന്നുണ്ട്, എന്താ സ്ഥിതപ്രജ്ഞ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കുന്നത് സ്ഥിതപ്രജ്ഞ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ക്ഷേത്രങ്ങളിലൊക്കെ പോകുമ്പോൾ ദീപസ്തംഭത്തിന്റെ താഴെ എന്താ വെച്ചിരിക്കുന്നത്? പൂർവ്വം ആമ. ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ ഏത് വലിയ ക്ഷേത്രങ്ങളിൽ പോയാലും ആ ക്ഷേത്രത്തിന്റെ കൊടിമരത്തിനോട് ചേർന്നൊരു ദീപസ്തംഭം കാണും. ഈ ദീപസ്തംഭത്തിന്റെ താഴെ ഒരാമ പൂർവ്വം. അതെന്തിനാ വെച്ചിരിക്കുന്നത് അറിയാം? നമ്മൾ ആ ക്ഷേത്രത്തിലോട്ട് പോകുമ്പോൾ കൂർമ്മത്തെ കൊണ്ടാകണം, എന്നിട്ട് വേണം അങ്ങോട്ട് പോകാൻ. മനസ്സിലായി? അതിനു വേണ്ടിയിട്ട് അങ്ങനെ നമ്മളെ ബോധിപ്പിക്കുന്നു. അപ്പൊ ഇവിടെ അർജുനൻ ചോദിക്കോ, ഭഗവാനെ ഞാൻ എങ്ങനെയാണ് സ്ഥിരപ്രജ്ഞനാകേണ്ടത്? അപ്പോഴാണ് ഭഗവാൻ പറഞ്ഞു കൊടുത്തു, നമ്മുടെ ഈ ഇന്ദ്രിയങ്ങളൊക്കെ എങ്ങോട്ടായിരിക്കുന്നത്? ഇപ്പൊ ഈ മൈക്ക് വെച്ചിരിക്കുന്നത് കൊണ്ട് ലൗഡ് സ്പീക്കർ മാതിരി എന്റെ ചെവിയെല്ലാം എങ്ങോട്ടാ? പുറത്തോട്ട്, കണ്ണ് പുറത്തോട്ട്, മൂക്ക് പുറത്തോട്ട് അല്ലെ. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളും എങ്ങോട്ടിരിക്കുകയാണ്? പുറത്തോട്ട്. അപ്പോൾ പുറത്തുള്ള ഞാൻ കാണുമ്പോൾ അതിൽ കൂടെ കിട്ടുന്ന സുഖം, കേൾക്കുമ്പോൾ കിട്ടുന്ന സുഖം, ഇതിന്റെ പുറകെ നമ്മൾ കിടക്കും. അപ്പോൾ ഇവിടെ സ്ഥിതപ്രജ്ഞൻ എന്ന് പറഞ്ഞപ്പോൾ എന്താകണം? നമ്മൾ നമ്മുടെ ഇന്ദ്രിയങ്ങളെയൊക്കെ ഉള്ളിലോട്ട് ഒതുക്കി അല്ലെ. എത്ര ഇന്ദ്രിയങ്ങളുണ്ട് നമുക്ക്? 5 ഇന്ദ്രിയങ്ങൾ. ഏതൊക്കെയാ? കണ്ണ്, മൂക്ക്, ഇതെല്ലാം 5 ഇന്ദ്രിയം. ഈ ഇന്ദ്രിയങ്ങളെ ഉള്ളിലോട്ടെടുത്ത് 6ാമത്തെ ഇന്ദ്രിയമായ മനസ്സിനെയും കൂടി നമ്മൾ ഒരേ പോയിന്റിൽ കൊണ്ടുവരുമ്പോഴാണ് നമ്മൾ ആരിച്ച് പോയി ചേരും? ഈ ജീവാത്മാവ് പരമാത്മാവിലോട്ട് എത്താൻ സാധിക്കും. മനസ്സിലാവും? അപ്പോൾ ഈ ആമയ്ക്ക് ഒരു തല, 2 കൈ, 2 കാല്, പിന്നെന്തുണ്ട്? ഒരു വാല്. അപ്പൊ ഈ ആമ, ഒരു ആമ ഇവിടെ വന്നാൽ നമ്മൾ അതിന്റെ അടുത്തോട് ചെന്നാൽ ആമ എന്ത് ചെയ്യും? അതിന്റെ കൈയും കാലും വാലും 5ആയി, തല 6ാമത്തെ തലയും കൂടെ അകത്തോട്ട് എടുത്തിട്ട് അപ്പോൾ അത് സേഫ്റ്റി ആയിട്ട്. പിന്നെ നമ്മളെ ആരും ചെയ്യാൻ വരുമോ? നമ്മുടെ ഇന്ദ്രിയങ്ങളെ നമ്മൾ അടക്കിയാൽ നമ്മളെ ആർക്കെങ്കിലും എന്തെങ്കിലും ദോഷം കാണിച്ചു തരാൻ പറ്റുമോ? തെറ്റിലോട്ട് നമ്മൾ പോകുമോ?